ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമായിരുന്നേ. എനിക്കിന്ന് ലീവായിരുന്നു. ഇന്ന് ജോലിക്ക് പോകണ്ടായിരുന്നു. ഞാൻ മൈക്രോ ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതും ഫീൽഡിലാണ്, സെയിൽസ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ലീവ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. മക്കളുടെ അടുത്ത് നിൽക്കാം, വീട്ടിലൊക്കെ പണിയൊക്കെ നമുക്കിന്ന് ചെയ്യാം, ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് വന്നപ്പോൾ തന്നെ കുട്ടിയും എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ എന്നിട്ട് കുടിച്ചു. രാവിലെ ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ പണി ചെയ്യാനായിട്ട് ഒരു ഉഷാറാണ്. പിന്നെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേനും കാപ്പി കഴിച്ചാൽ മതി. അപ്പോൾ ഈ ചായ ഉണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു എനർജി അതൊരു വേറൊരു ലെവലാണ്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ഇടിയപ്പവും കുറുമയായിരുന്നു കറി. സാധാരണ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ദോശയും ചമ്മന്തിക്കറിയും ഇഡ്ഡലിയും സാമ്പാറും, അങ്ങനെ ഈ രണ്ടും മാറി മാറി ഇവിടെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി സാമ്പാറും വരുമ്പോൾ സാമ്പാർ നമുക്ക് ഉച്ചത്തേക്ക് എടുക്കാമല്ലോ. അപ്പം പണിയൊന്നും അല്പം നമുക്ക് അഡ്ജസ്റ്റ് എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. അങ്ങനെ എനിക്കാണെങ്കിൽ 8:30 പോകണം. അപ്പം മക്കളെ രണ്ടുപേരെയും ഇപ്പോൾ ലീവായതുകൊണ്ട് മക്കളെ രണ്ടുപേരെയും ഒന്നിൽ എൻ്റെ വീട്ടിലാക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാക്കുകയോ അല്ലെങ്കിൽ ഇവിടെ പപ്പയുണ്ടെങ്കിൽ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ പപ്പയില്ലാത്തപ്പോൾ മക്കൾ രണ്ടുപേരെയും എൻ്റെ വീട്ടിലോ ചേച്ചിയുടെ വീട്ടിലോ കൊണ്ട് നിർത്തിയിട്ട് പോകും. അപ്പം ഇവർ കാപ്പിയൊക്കെ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ചിലപ്പോൾ കാപ്പി കഴിക്കത്തില്ല, അവിടെ പോയി കഴിക്കാമെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഉറക്കണീക്കുമ്പോൾ അക്കുക്കുട്ടി ഉറക്കണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 7:15 പിന്നെ അവൻ്റെ കാര്യം നോക്കണം, ഇവിടുത്തെ കാര്യമെല്ലാം നോക്കി വരുമ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ലീവ് ദിവസങ്ങളിലാണ് ഈ ഇടിയപ്പം, പൂരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും അതൊക്കെ കഴിച്ച് ചേട്ടനാണെങ്കിൽ 7:45 ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റമാണെങ്കിൽ കുറേ നാളുകൊണ്ട് മുറ്റം അടിച്ച് വാരാണ്ടിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ലീവ് ദിവസങ്ങളിലാണ് ഞങ്ങൾ മുറ്റമൊക്കെ അടിച്ചു വാരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെറിയ നടുവിനും ഈ കഴുത്തിനൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, വേദനയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ജോലിക്ക് ബെഡ് റെസ്റ്റ് ഒന്നും പറ്റാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജോലിക്ക് പോവും. വീട്ടിലെ പണിയൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോവും, കുഴപ്പമില്ല, അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും മുറ്റമൊക്കെ മൊത്തം മഴയൊക്കെ ആയിരുന്നില്ലേ, മൊത്തവും വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. ഇലയൊക്കെ കൊണ്ട് നല്ലൊരു ചവറ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ചവറൊക്കെ കൊണ്ട് നിറഞ്ഞപ്പോഴത്തേനും ഇന്ന് എന്തായാലും പതിയെ ഒന്ന് മുറ്റമൊക്കെ അടിച്ച് നോക്കാം എന്നുള്ള രീതിക്ക് ഇറങ്ങി. മുറ്റം അടിച്ചപ്പോഴത്തേക്കും നല്ല പണി കിട്ടി, നടുവെല്ലാം നല്ല വേദനയായിരുന്നു. എന്നാലും വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ പതിയെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടിന് അക്കുക്കുട്ടി ഉണ്ടായിരുന്നു. അക്കുക്കുട്ടിക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ എന്നെ കിട്ടുന്നത്. എല്ലാ ദിവസവും അവനെന്നെ വൈകുന്നേരങ്ങളിൽ മാത്രമേ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ലീവുള്ള ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരിടം കളിക്കാനായിട്ടൊന്നും പോകത്തില്ല. അത് കുട്ടിയുടെ കൂടെ ഒരു റൗണ്ട് സൈക്കിൾ ചുറ്റിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ ആളും ഓടി എത്തുമായിരുന്നു. എത്തി ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഞാനും അവനും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഞങ്ങൾ മുറ്റം അടിച്ചു കൊണ്ടിരുന്നു. മുറ്റം അടിച്ച ശേഷം ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരോട് സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് കുട്ടി പറഞ്ഞു, എന്തായാലും ഞാൻ മുറ്റം അടിച്ചു തരാം, അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ എന്ന് പറഞ്ഞു. അവൻ്റെ ആ ചൂലിങ്ങനെ കറക്കിയിട്ടുള്ള ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും ഞാൻ ആ ചൂലിൻ്റെ ഈർക്കിലെല്ലാം തറയിന്ന് വാരി എടുക്കേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ അവന് വേണ്ട, ഞാൻ തന്നെ അങ്ങ് മുറ്റം അടിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിച്ചെന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന ട്രൈപോഡ് എടുത്തിട്ട് അവനങ്ങ് വീഡിയോ പിടിക്കാനായിട്ട് തുടങ്ങി. വീഡിയോ പിടുത്തമൊന്നും വലിയ ക്ലിയർ ഒന്നുമല്ല, എന്നാലും അവൻ വീഡിയോ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കുക്കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഗേറ്റ് തുറന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നിട്ട് കളിയായിരുന്നു, അടുത്ത് പോയിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ അവന് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുറ്റമെല്ലാം അടിച്ച് വാരി ഒരു സൈഡിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വൈകുന്നേരം ഞങ്ങൾ കത്തിച്ച് കളയും. അതിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് ഞങ്ങൾ മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ കത്തിച്ച് കളയും. ആ കത്തിച്ച് കളഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും ചൂടൊന്ന് കുറയുമല്ലോ, ഇല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഭയങ്കര ചൂടാണ്. സൂര്യനായിട്ട് കട്ടയ്ക്കങ്ങ് നിൽപ്പുണ്ട് സൂര്യൻ. എന്നെ എന്തായാലും തളർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ചൂടൊക്കെയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തണുത്ത ഒരു പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ചേച്ചി, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ താമസിക്കുന്നതിൻ്റെ നാത്തൂൻ ചേച്ചിയാണെങ്കിൽ 2 പഴുത്ത മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. പുളി കാണും എന്ന് കരുതിയിട്ട് അത് നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് തിരികെ വന്നു, പാട്ടൊക്കെ വെച്ചു. പാട്ടിന് ഒരു ഡാൻസൊക്കെ ചെയ്ത് ഞങ്ങളങ്ങ് ഞാൻ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു. 2 പേരും, ഒരാൾ പുറത്തും അക്കുക്കുട്ടി പുറത്തും അതുക്കുട്ടി വീടിനകത്തും ഉണ്ടായിരുന്നു. അപ്പം പാട്ടും വെച്ചിട്ട് ഞാനങ്ങ് മാങ്ങയൊക്കെ ഒന്ന് ചെത്താൻ തുടങ്ങി. കൂടെ പാടുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതില്ല, പാട്ട് പാടുന്നതായിരുന്നു.
അപ്പോൾ അങ്ങനെ പാടി മാങ്ങയൊക്കെ ചെത്തി നിന്നപ്പോഴത്തേനും അത് കുട്ടി ഓടി വന്നു. ഒരു കഷ്ണം അവൻ ചോദിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൊടുത്തു. ആ മാങ്ങയെല്ലാം തൊലിയെല്ലാം ചെത്തി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവൻ ഇപ്പം അറിഞ്ഞില്ല വീഡിയോ എടുക്കുകയാണെന്ന്. അന്ന് ഭയങ്കര കാര്യം പറിച്ചിട്ടായിരുന്നു. ഞാനും കാര്യം പറഞ്ഞു. പിന്നെ ഒരു കഷ്ണം തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് എൻ്റെ തോളിൽ കൈയും വെച്ചിട്ടങ്ങ് നിന്നു. പിന്നെ അങ്ങ് പതുക്കെ ഒന്ന് ആ സ്ലാബിലോട്ട് കയറിയിരിക്കാൻ നോക്കി. കയറിയിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നോക്കിയിട്ട് ആളൊന്ന് തിരിഞ്ഞിരുന്നിട്ട് പതിയെ അങ്ങ് ഇറങ്ങിയിട്ട് ഒരു കഷ്ണം മാങ്ങ വാങ്ങി കഴിച്ചിട്ട് കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും വന്ന് കഴിച്ചപ്പോൾ നല്ല മധുരമുണ്ട്, അധികം പുളിയില്ലായിരുന്നു. അപ്പോൾ അതും വാങ്ങിയിട്ട് ആൾ കളിക്കാനായിട്ട് സൈക്കിൾ അകത്തുണ്ട്. അക്കുകുട്ടിയുടെ സൈക്കിൾ അകത്ത് കിടക്കുന്നത് കൊണ്ട് അത് ചവിട്ടാനായിട്ട് പോയി. അപ്പോൾ അക്കുകുട്ടി പുറത്തിറങ്ങി നിന്ന് കളിക്കുകയായിരുന്നേ. അവനാണെങ്കിൽ പിന്നെ അത് കുട്ടി പോയപ്പോഴത്തേനും അക്കുകുട്ടിയും വന്ന് മാങ്ങ എടുത്ത് കൊടുത്തു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചിട്ട് അങ്ങ് പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വരുന്നുണ്ട്. വേറൊന്നുമല്ല, അവൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് കളിക്കാൻ പോവുമായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്ന വഴിക്ക് വീണ്ടും ഒരു കഷ്ണം മാങ്ങ എടുത്തു. ഇത് കണ്ടപ്പോൾ അങ്ങ് പോയ കൊച്ച് വീണ്ടും തിരികെ വന്നിട്ട് എന്നാൽ പിന്നെ ഞാനും ഒരു കഷ്ണം എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ആളും എടുത്തിട്ട് രണ്ടുപേരും അങ്ങ് കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു, ആൻറ്റിയെ പോയി വിളിച്ചിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അതിൽ അരിഞ്ഞിട്ട ശേഷം അത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം നമ്മൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ജ്യൂസ്, ഒരു പൾപ്പ് കിട്ടും. ആ പൾപ്പ് എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം. ഞാൻ ഇവിടെ തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. തണുത്ത വെള്ളം ഒഴിച്ചപ്പോഴത്തേനും ചേച്ചി വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് ചേച്ചി ഷോർട്ട് ഫിലിമിലുണ്ട്, ചെറിയൊരു സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേച്ചിക്ക് വീട്ടിലുണ്ട്, നാടകത്തിനൊക്കെ പോകുന്നുണ്ട്, വീട്ടിലുണ്ട്. അങ്ങനെ ചേച്ചി തന്ന മാങ്ങയായിരുന്നു ഇത്. ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ മാങ്ങയായിരുന്നു, പഴുത്ത മാങ്ങ. അങ്ങനെ എനിക്ക് 2 തന്നതായിരുന്നു. അതിനെ എടുത്ത് ഞങ്ങളങ്ങ് ജ്യൂസ് അടിച്ചത്. അപ്പോൾ ചേച്ചി അകത്ത് പോയത് അക്കുകുട്ടിയുടെ അടുത്ത് സംസാരിക്കാനായിരുന്നു. അക്കുകുട്ടിയും കാര്യം പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങ് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടിച്ചു വെച്ച ഈ മാങ്ങ ജ്യൂസൊക്കെ ഒന്ന് കുടിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. 4 പേർക്ക് ചേച്ചിക്ക് ഒന്ന് കൊടുത്തു. ആദ്യം ഗണപതിക്ക് കൊടുക്കണമെന്നാണല്ലോ, അങ്ങനെ ചേച്ചിക്ക് ആദ്യമേ കൊടുത്തു. അത് കഴിഞ്ഞ് മോനും അത് കുട്ടിക്ക് കൊടുത്തു. അക്കുകുട്ടി ഭയങ്കര അവരുടെ വീടൊക്കെ തൂക്കലായിരുന്നു. അപ്പം പിന്നെ ആ തൂക്കലിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് അവന് ഒരു ഗ്ലാസ് മാങ്ങ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് റെക്കോർഡിങ്ങിലായാലും എൻ്റെ സൗണ്ടിലായാലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അതിന് വരുന്ന വീഡിയോയിൽ പരിഹരിച്ച് വരാൻ ഞാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിലെന്ത് നിങ്ങൾക്ക് തെറ്റ് കണ്ടാലും എൻ്റെ അടുത്ത് പറയാം. എങ്കിലേ നമുക്ക് കൂടുതലായിട്ട് മികച്ചതാക്കി മാറ്റി നമുക്ക് അടുത്ത വീഡിയോ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.